ഗൈസ് ഇത് നോക്കൂ. ഐശ്വര്യമുള്ള കണി. 30 മുട്ടയുമായി എഡ്വിൻ. Why being so naughty? Shreyas? Only naughty for him. എന്റെ കിച്ചൺ കണ്ടോ ഗൈസ്, ഇവന്മാരെല്ലാം കൂടെ നശിപ്പിച്ച്. ഇവനാണ് മെയിൻ കാരണക്കാരൻ. നീ തന്നെ നീ വേറെ ഒന്നും നോക്കണ്ട, നീ തന്നെ. കുറച്ച് പാല് തിളപ്പിച്ചെടുക്കാം. ഇല്ല അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല. മുട്ടയോ പ്രോട്ടീനോ പാലോ എന്താന്ന് വെച്ചാ കഴിക്ക്. എല്ലാരും അടിച്ചു കയറി വാ, ജിം അങ്ങോട്ട് കയറി വരട്ടെ, പയറ് പോലെ വരട്ടെ. എടുക്കൂ, ജിലേബിയും ലഡുവും കഴിക്കൂ. പോരെ, 40 ഗ്രാമായില്ലേ? നിനക്ക് എത്ര ഗ്രാമാ വേണ്ടേ? കറക്റ്റ് 40. കറക്റ്റ് കള്ളൻ അല്ലേ? ഇവന്റെ പിന്നോള കുറച്ച് ട്രൈ നോക്കാം. അത് ഷുഗർ ഉണ്ട് ഗൈസ്, ഭയങ്കര ഷുഗർ ഇട്ടാ. എന്നുവെച്ചാ നിങ്ങൾക്ക് മധുരം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് കഴിച്ചാൽ മതി. പൊടിച്ചിട്ടേക്കുന്നുണ്ട്. 0 ട്രേസ്. നമ്മൾ ഷുഗറിന് വേണ്ടി പിന്നോള പ്രോട്ടീൻ ഓട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു 25 ഗ്രാം. മുകളില് അതിനകത്തുണ്ടാ. എടാ അത് പൊട്ടിച്ച മ്യൂസിലി ഇല്ല. എടാ കരിഞ്ഞേ അത്. മണമൊന്നും വരുന്നില്ലെന്ന്. ഇങ്ങനെ മൂക്കൊക്കെ അടിച്ച് പോയാ അടിവിനെ. എടുത്ത് ഇനി എടുത്തു കഴിഞ്ഞാൽ അത് അടിയോടെ കരിയുവേ, എടുത്തില്ലെങ്കിൽ. തിളപ്പിച്ച് വെച്ച പാല് നമുക്ക് ആഡ് ചെയ്യാം ഗൈസ്. വി ആർ പുട്ടിങ് ഇൻ മസിൽ ബ്ലേസ് ബയോസെ മൈസോ ലോ കാർബ് കുക്കീസ് ആൻഡ് ക്രീം. ഇത് എൻ്റെ ഐസോ സീറോയിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്ലേവറാണ്. സൂപ്പറാ. നമ്മളിങ്ങനെ പ്രോട്ടീൻ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് മാത്രം പാലൊഴിച്ചാൽ നല്ല രസത്തിലുള്ള കൺസിസ്റ്റൻസിയിൽ വരും. അതെന്തോടാ ഗൈസ്, ഇതെൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. എൻ്റെ ലാബിലെ വെള്ള എലികളാണ് ഇതൊക്കെ. സോ അപ്പോൾ ഞാൻ എല്ലാ പ്രോട്ടീനും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഓരോ സാധനം, ഓരോ പുതിയ ഫ്ലേവർ കണ്ടുപിടിക്കുന്നത്. അതെ, പണിയെടുക്കണം. ശ്രേയസ് മസിൽ ബ്ലേസിൽ നിന്ന് എക്സിറ്റ് അടിച്ചതിന് ശേഷം മസിൽ ബ്ലേസിന്റെ പ്രോട്ടീൻ യൂസ് ചെയ്യില്ല എന്ന് പറയണേ. അതുകൊണ്ട് ഇവിടുത്തെ ഇത്രയും പ്രോട്ടീൻ മസിൽ ഇവൻ യൂസ് ചെയ്യൂല. ഏത് കമ്പനിയാ ഇത്? പറയുമ്പോ പ്രോട്ടീന്റെ ഫ്ലേവർ എടുത്തു തരാൻ. അതെ, സ്ട്രോബെറി തരാൻ പറയാ. എന്റെ കടയിൽ ചെന്ന് പറയുന്ന പോലെ ഇത് ഹെൽത്ത് കറക്റ്റാ. നൈസായിട്ട് ബാഗ് തപ്പിയപ്പോ 1 കിലോ പ്രോട്ടീൻ കാണും. അയ്യോ അതിവിടെ പറയണ്ട. അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. സോ ലെറ്റ്സ് ഗോ ഫോർ ദ ചെസ്റ്റ് ഡേ. നമ്മള് പ്രീ വർക്കൗട്ട് മീലൊക്കെ എടുത്തു. എല്ലാവരും പലതൊക്കെയാണ് കഴിച്ചത്. ആൻഡ് യെസ്, സ്കൂളിൽ പോകുന്നല്ലേ നമ്മൾ ജിമ്മിൽ പോകുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. ലെറ്റ്സ് ഗോ ഹിറ്റ് അവർ ചെസ്റ്റ് ഡേ ആൻഡ് കം. വി ആർ ലിവിങ് ഫോർ ദ ചെസ്റ്റ് ഡേ വർക്കൗട്ട്. അപ്പോൾ ഞങ്ങൾ പോയി ചെസ്റ്റ് അടിച്ചിട്ട് വരാം. Let's go, brothers. Hit the chest. South side and the chest day is on. Best day. Let's hit the... മതി. ചേട്ടാ 8 ലിറ്റർ വെള്ളം. ഇന്നലെ വെള്ളം വാങ്ങിച്ചിട്ട് ഒരു 3-4 ലിറ്റർ വാങ്ങിച്ച് പടയം തീർന്നു പോയി. ഇപ്പോഴാണ് കണക്ക് കറക്റ്റ് ആയത്. ഇന്ന് വെള്ളം കുട്ടിച്ച് മരിക്കും. സോ ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കുറേ നേരത്തെ വീട്ടിലുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മളിത് ഇപ്പോൾ ജിമ്മിലെത്തി. വി ആർ ഗോയിങ് ഫോർ എ ചെസ്റ്റ് ഡേ ടുഡേ. നമ്മുടെ സെക്കൻഡ് പാർട്ട് അന്നെടുക്കാൻ പറ്റിയില്ല, ഷോൾഡർ ഡേ അന്നെടുക്കാൻ പറ്റിയില്ല. ഷോൾഡർ ഞങ്ങൾ ഇന്നലെ എടുത്തു. സോ അപ്പം ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് 2 പാർട്ടായിട്ടായിരിക്കും. അതെ, കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും, ഉടനെ പോസ്റ്റ് ചെയ്യില്ല. സോ അപ്പം ഹാപ്പി ടു ബി വിത്ത് ദിസ് ബോയ്സ് ആൻഡ്
ആൻഡ് യെസ്റ്റർഡേ വാസ് റിയലി ഫൺ. യെസ്റ്റർഡേ ഭയങ്കര സീനായിരുന്നു, ഇന്റൻസ് ആയിരുന്നു പരിപാടികൾ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഭയങ്കര പവർ വർക്കൗട്ട് ആയിരുന്നു ഷോൾഡറിന്. അതുപോലെ തന്നെ ചെസ്റ്റും ഇന്ന് പവർ ആക്കണം എന്നാണ് പ്രതീക്ഷ. ആൻഡ് ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് ഗൈസ് ബയോ ഓക്കെ ഇല്ല. സോ ഗൈസ് എല്ലാരും വന്നിട്ടുണ്ട്. വി ആർ ഗോണ സ്റ്റാർട്ട് അവർ ചെസ് ഡേ ടുഡേ ആൻഡ് ദിസ് ഇസ് സൗത്ത് ബോയ്സ് വിത്ത് അവർ ചെസ് ഡേ. യെസ്. ആൻഡ് നമ്മുടെ 2 പിള്ളേരുണ്ട്, ഫ്രെഡിയും നിന്റെ പേരെന്താ, ബിജോയും. അപ്പൊ ഇവനാണ് നമ്മുടെ 2 ഇന്നലത്തെ വീഡിയോ ഷൂട്ട് ചെയ്യണേ, ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യണേ. സോ പിള്ളേർക്കും ഒരു shout out and let's go for the chest day, guys. Let's go. If we stand still, our shoulder have to be here. അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ ഇത് ഇവിടെയാ. 1 ഇഞ്ച് 1.5 ഇഞ്ച് ഞാൻ കയറ്റും. എന്നുവെച്ചാൽ അത്ര മസിൽ മാസ്. അടുത്ത 2 കൊല്ലത്തിൽ നമ്മൾ ഇത്ര kg മസിൽ മാസ് പുട്ട് ഓൺ ചെയ്യണം. ചില്ലറ കളിയല്ല ജനെ, ബൾക്കല്ല നമുക്ക് വേണ്ടത്. We need muscle volume and muscle mass. Trust me bro, അടുത്ത പ്രാവശ്യം എന്നെ കാണുമ്പോ കണ്ണടച്ച് ഓടണ്ട്. ഇത് തന്നെയല്ലേ നീ കഴിഞ്ഞോണ്ട് വന്നപ്പോൾ പറഞ്ഞ ഉഡായിപ്പ് എന്ന് പറഞ്ഞ ഇവനെ പോലൊരു ഉഡായിപ്പ് വേറില്ല. ഇന്നലെ എന്നിട്ട് ഇവനുണ്ടല്ലോ, ഇന്നലെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാണേ. ബ്രോ ഇതെങ്ങനെ എനിക്ക് ഇളക്കണ്ടേ നിർത്തില്ല, മറിക്കണ്ടേ നിർത്തില്ല. ഞാൻ പറഞ്ഞേ നീ പണ്ട് മറ്റേ വീഡിയോ ഇടുന്നില്ല പൊറോട്ട അടിക്കുന്ന, മറ്റേ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് പൊറോട്ട അടിച്ചിട്ടൊക്കെയാണ്. ഇവ ഹോട്ടലിൽ പണിയെടുത്തിട്ടുണ്ട്, അണ്ട് ഇവന് ചിക്കൻ മാരിനേറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞ അങ്ങോട്ട് അമർത്തി ചെയ്യാ. ശരി എന്നൊക്കെ. നീയേ ഭയങ്കര കള്ളപ്പെടുവേ ഇവൻ റിയൽ ലൈഫിൽ. ഇവനെ നിന്റെ ബ്ലോഗിൽ ഞാൻ അതിനെ പറിച്ചൊട്ടിക്കും. Grains by Zeus. Bro, struggle ചെയ്തിരുന്നു bro. ചിക്കൻ മാരിനേറ്റ് അറിഞ്ഞൂടാ. അങ്ങനെ പഠിക്കില്ലല്ലോ. ചിക്കൻ ഞാൻ പഠിക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഇത് കേട്ടല്ലോ, ഫുൾ കുക്കിംഗ് ഇവനാണ് അടുത്ത ആവശ്യം. We are going for the incline machine press. Okay, let's go. For the first set നമുക്ക് വാമപ്പ് ആണ്. ആദ്യ സെറ്റ് വാമപ്പ്, ബാക്കി 3 വർക്കിംഗ് സെറ്റ്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ മറ്റേ ഡംബൽ പ്രസ് ചെയ്ത പോലെ തന്നെ ആദ്യത്തെ സെറ്റ് നമ്മൾ അത്യാവശ്യം ഒരു 10 to 15 നമ്പർ അടിച്ചിട്ട് ബാക്കി 8 to 12 റെപ്സ് മാക്സിമം ഫെയിലിയർ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം വെയിറ്റിൽ. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ വാം അപ്പ് സെറ്റ്. വാ 1 2 3 4 2 1. Nice. Let's go. Next. ഇറങ്ങട്ടെ, നല്ലോണം ഇറങ്ങട്ടെ. ഇവിടെ സ്ട്രെച്ച് വരും. വെയിൻസ് കണ്ടീഷൻ അവനിന്ന് കാവും ലോഡ് ചെയ്തിട്ടില്ല. വിഷ്ണു പുഷി ജസ്റ്റ് ഒരു പമ്പായി വന്നാ ഇവിടെ വലിയണം. ഇടിപ്പിക്കണ്ട അവിടെ കൊണ്ടുവന്ന്, ഇവിടെ വലിയണം, അത്രേ ഉള്ളൂ. സെക്കൻഡ് സെറ്റ് ഫസ്റ്റ് മെയിൻ സെറ്റ്. ഈസി. കറക്റ്റ് യുവർ ഫോം. പെർഫെക്റ്റ്. Slow and control. Beautiful, bro. Come on. Oh, beautiful. Bro, you where is that control ചെയ്യാൻ പറ്റില്ല. Easy. ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യാനടാ. ഹോൾഡ്. ആ സ്ക്യൂസ് ഇടതില്ലേ, ആ സ്ക്യൂസിലൊരു ഹോൾഡ്. ഹോൾഡ് താഴത്ത് ഈ സ്ക്യൂസിലൊരു ഹോൾഡ്. ഫൈൻ. പുഷ്. ഹോൾഡ്. പുഷ്. സൂപ്പർ. ഹോൾഡ് ചെയ്ത് തന്നെ നോക്കോ. പോട്ടെ, ഫെയിൽ ആയാലും കുഴപ്പമില്ല. ഹോൾഡ് ചെയ്ത് തന്നെ നോക്കോ. സൂപ്പർ. പുഷ്. നൈസ്. ടു മോർ. ഈസി.
ഹോൾഡ്. വൺ മോർ ഹോൾഡ് ചെയ്തു. വൺ മോർ ഹോൾഡ് ചെയ്തു കേട്ടോ. മാക്സിമം ഡീപ്പ് പോട്ടെ. ഹോൾഡ് പോട്ടെ. സൂപ്പർ. കൂൾ. ഈസി. Light support. Push. Yeah, nice. Hold. 1, 2, 8. You controlling the weight. You controlling. 7. Weight alla control hai. You control. 9. Easy. 10. Two more. Hold and 1. Come on. Perfect. Come on. easy boy. Kar. Next. Stress. Hey. Suicide grip പിടിക്കണം. Suicide grip. Suicide grip. നീ സൂയിസൈഡ് ഗ്രിപ്പ് പിടിച്ചാൽ എന്ത് പിടിച്ചാലും നീ സൂയിസൈഡ് ആവും. നീ അടി. കാല് മുമ്പേ വെക്ക്. ആ പ്ലാന്റി. ആ നീ ഇപ്പൊ പ്രഷർ കൊടുക്കുവാണെങ്കിൽ ഹീലിൽ നിന്ന് വേണം പ്രഷർ കൊടുക്കാൻ. So it will help you lift little slight support. ഹോൾഡ്. 1 സൂപ്പർ. Just ആദ്യം വേണ്ടത്, not your arms. That's beautiful. See? Oh yes, 3. 4. Come on. Just a minute. 4. Nice. Easy. Come on. 4 more. Up. 4. 3 more. Easy. 8. 3. 2 more. Easy. 1 more. Hold it very well. One more. Yeah, super. One more. Easy. Up. Control. Nice. ആ മെന്റാലിറ്റി നമുക്ക് വേണ്ട. അത് നീ കണ്ണൂരിറക്കിയാൽ മതി. ഇവിടെ നിർത്ത്. പോക്ക്. ആദ്യം ചെസ്റ്റ് മേലെ വരട്ടെ. I want to see your chest come up first. ഹോൾഡ്. ഇപ്പോഴും വന്നിട്ടില്ല. പതുക്കെ താഴേക്ക്. Chest first. പതുക്കെ താഴെ. അവിടെ ഒരു ഹോൾഡ്. അവിടുന്ന് പുഷി. പതുക്കെ താഴെ. പോട്ടെ. അവിടെ ഹോൾഡ് പുഷി. ഞാൻ പൊക്കിക്കത്തില്ല നിന്നെ കൊണ്ട്. Elbow ചെറുതായിട്ട് താത്തിക്ക. അല്ലല്ല അങ്ങനെ. പുഷ്. നൈസ്. Chest മാത്രം focus ചെയ്യ്. അപ്പോൾ chest മാത്രം. Nice. Hold. Yes. 4 more. Last 4. Easy bro. Come on. 4. Mindset. 3. 2 more. Bro, come on. Last one. Easy. പോണ പോട്ട. സൈഡ് അവൻ തന്നെ വിട്ടുകൊടുത്ത് പറ്റും. അത് വേണം നമ്മുടെ മൈൻഡില്. Yes, bro. Go this, bro. Easy. Control. Slow and control. That's all. Slow and steady. What they say is that your mind pays before muscle. So control your mind, right? Exactly. Yes, bro. I'm always saying to. Come on. Easy. Control. See, I'm not even doing shit. We're doing it easy. What a beautiful. Come on. Beautiful. കാണുന്നതിന് സാറ്റിസ്ഫാക്ഷൻ സെറ്റ്. ഇന്നലെ ഷോൾഡർ ഏതാ എന്നിട്ടും ലുക്ക് ഹൗ ഇസ് ലിഫ്റ്റിംഗ്. That's mentally good. Yes, That's bro. mentally good. Come on. Push. Two more. Come on. Two more. Mind. Push ചെയ്യണം. Yes. ഇനി ഞാൻ സപ്പോർട്ട് ചെയ്യാം. Two more. One more. Come on. ഒന്നുകൂടെ. Come on. ഇനി partials. Come on. Beautiful. കാരണം ഇത് നമ്മൾ ഷോൾഡർ ചെയ്തിട്ട് ഷോൾഡറിന്റെ സോർനെസ് മാറുന്നുള്ളൂ. അപ്പൊ തന്നെ നമ്മൾ ചെസ്റ്റ് പിറ്റേ ദിവസം ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് കുറച്ച് ഹാർഡാണ്. പക്ഷെ എന്നാലും നമുക്ക് ഫോക്കസ് ചെയ്ത് പുഷ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു എക്സ്ട്രീമിന് അപ്പുറം പുഷ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോൾഡറും കൂടെ എൻഗേജ്ഡ് ആവും. സോ ഓൾറെഡി ഇന്നലെ ഷോൾഡർ ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും അത് കിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ മാക്സിമം ഫെയിലിയർ തന്നെ പുഷ് ചെയ്യാൻ നോക്കുള്ളൂ. ശരി.
Hold. Four. Bro, two more. Partials. അപ്പുറ ചെസ്റ്റിൽ നിന്ന് ഫ്രണ്ട് എൽറ്റിലോട്ട് ആ പവർ വരും. Last at least ഒരു 2-3 2 റെപ്പ് എന്തായാലും വരും. 30 ഇടിപ്പിച്ചാൽ മതി. പ്രപ്പ ഹോം പ്രപ്പിലാ. ഇനി ഇവന്റെ ഷോൾഡർ ഒടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ തെറി പറയും. ചെയ്യുന്നത് 4 ആണെങ്കിലും താഴത്തോണ്ട് ഇറക്കി സ്പോട്ട് ചെയ്താൽ മതി. ഇത്രയോടെ ഇറങ്ങണം. ഇവിടെ വലിഞ്ഞിട്ടില്ല. വലിയട്ടാ. ആ ഓൾഡി. 3 4 3 more 3 easy. 2 more. 2. There are so many people working harder than you. Last one. Partials. How to work them? 1 2 3 4 5 6 7 8. 2 more. 9 Last one. 10. Push. Super. എത്രയായി? പോട്ടാ. 4 more. 4 easy. 3 2 more easy. 2 more. 2 last one. 1 more. Bro, say 40. I can go for 50 if you are with me. 40. 40. Come on! Easy! One! Come on. Kale. Scalp, okay. Easy! Just up first. Come on. Oof. One! Beautiful, man. I won't touch you. Come on. Easy! Two! Beautiful. Come on. Easy, come on! Just Adim. Three! Ah, wonderful. 3 super. Easy, come on! Already did the passes. Passes. 1 2. Come on. Cheer. എൻ്റെ കൈ ലൈക്ക് ഇന്നലെ എവിടെ ഇടിച്ചു. എനിക്കറിയില്ല എന്തോ ഡമ്പല്ലോ എവിടെ ഇടിച്ചാണ്. നല്ല പെയിൻ ഉണ്ട് ഇത് ഇവിടുന്ന്. എനിക്കിത് മടക്കാനും പിടിക്കാനും പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട്. കുറച്ച് നല്ല പെയിൻ ഉണ്ട് ഇന്നലെ രാത്രി തൊട്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റിസ്റ്റ് യൂസ് ചെയ്ത് തന്നെ പുഷ് ചെയ്യാം. റിസ്ക് എടുക്കണ്ട. 5 നമ്പർ എന്തായാലും പഠിക്കും. 50 ഇട്. 8 കയ്യൊക്കെ വരും പോകും. അത് നമുക്കൊരു വിഷയമല്ല. 10 ഇട്ടോ. Different. Let's go for 50. 3 അടിച്ചാൽ 3 സൂപ്പർ ആയിട്ട് അടിക്കത്തുള്ളൂ. Bro, you can do 6 easy reps. It's you versus you, bro. എടാ ഒന്ന് തൂക്കിട്ടെ. Come on, easy! Okay. വിട്ടോ. Press up. Okay, easy. Breathe. One! Yes. 1. Come on. Easy, bro. 2. Easy. Push. Easy. Get 2 more. Don't touch. No. 3. 2 more. Easy. 2 more. Come on. 2 more. Up. Touch it. Just. 1 more. Come on! One more. Why? Passes. Passes. 3 passes. Come on. 1, 2, 3 more. 2 more. Last one. Yes. Let's go. I understand how he's trying to push. But I can say When he can't get Anjana, when he you can can get, I can see he's dying there. Okay, one is പക്ഷെ struggling. അഞ്ചാമത്തെ എടുക്കുമ്പോൾ 3 more.
Easy, come on. Four. Easy, good. Come on, boys. Bro, Easy. Hold it. 7. See? 3 more. Okay. Easy, come on. Two more. Easy, come on. Easy, come on. 3 to 2. 2 to 1. Adi, passes. 1, 2, 3 more. 4, 5. ഈ കള്ളപ്പെടുകയുണ്ടല്ലോ പോരെ. ആ വാ അടുത്ത ഐറ്റം ചെയ്യാതെ. ഒരു സെറ്റ് മിച്ചം കിടക്കുക. ഇവൻ തുടങ്ങിയപ്പോ എന്താ പറഞ്ഞ, ഇന്ന് ഞാൻ അടിക്കും, ഇന്ന് ഞാൻ ഒരു മടിയില്ലാതെ അടിക്കുന്നു. ഇന്നലത്തെ അതേ മടി ഞാൻ മറന്നു. അതുകൊണ്ട് നീ മറക്കൂ. എടാ നീ മറക്കൂ. 50 ഇട്ടുണ്ടല്ലേ നീ മറന്നു. എടാ ഇവിടെ 50 അവിടെ 40. This is not 50 kg. Imagine this as a cotton bag. cotton bag. Yes, and push. Sure, bro. നീ 5 കംപ്ലീറ്റ് ചെയ്ത് 14 ബോൾ. അവനങ്ങനെ പലതും പറയും. ആ ചൊപ്പ പലതും പറയും. അതൊന്നും കേട്ട് നീ തുള്ളണ്ട. ഞാൻ 5 എടുത്താലോ? Beautiful. Easy, come on. 40 ball. Easy. One. ഇറങ്ങട്ടെ. I will use the trick which you're using to me. Easy. 3 Two. more. 3 more. Come on, man. 4 more. This is reverse. Easy, come on. Come on, 5 more. Easy. 3 more. Easy. 3 more. 3 more. Up. 3 more, man. 3 more. Easy. 3 more. Come on. Come on. Enough. Enough. വെയിറ്റ് ഒന്നാമത്തെ കാര്യം അവന് ഒരു കൈ ഇംബാലൻസ് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെയും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ആവത്തില്ല. പിന്നെയും ഇഞ്ചുറി നമ്മൾ നമ്മുടെ ഡ്രസ് കഴിഞ്ഞു. അടുത്തത് വി ആർ ഗോണ ഡു ഇൻക്ലൈൻ ബെഞ്ചില് കേബിൾ ഫ്ലൈസ്. സോ ബെഞ്ച് എടുത്തണം. Come on. Trial. Going for the trial. ഒന്നുകൂടെ കേട്ടിട്ടെ ബെഞ്ച്. ആ പൊക്കിട. ഇപ്പൊ ബെഞ്ച് പൊക്കിട. ബെഞ്ചിന്റെ ക്ലിപ്പ്. Beautiful. ഇവൻ ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ഫീൽ ചെയ്യുന്ന വേറെ സാറ്റിസ്ഫാക്ഷൻ. Easy, come on. Beautiful, bro. Beautiful. I think elbow can just slightly bend, little bit. Stretch your chest more. Yeah. Oh, beautiful. This is a good rub. Controlled rub. Stretch a little more. Beautiful, bro. Beautiful. More side. Beautiful. 3, 7, 8, 9, 3 more, 10, 2 more, easy, 1 more, 1 more, 1 more, 1 more. So guys, let's go. Slow and controlled. Squeeze it in chest up first. Beautiful. Come on. Beautiful. It's like blowing hydrogen into a balloon. Just a pin, you can pop it. ചെറിയ സപ്പോർട്ട്. Come on. Just it here. Good. One more. Okay. Bro, കൈയൊക്കെ അതറിയാ ഇവിടുന്നും
നമ്മൾ ആ ഇന്നലെ ഷോൾഡർ ചെയ്തതിൻ്റെ പെയിൻ കിടക്കുന്നതുകൊണ്ട് അതാ ഒരുപാട് എടുക്കണ്ട, മയത്തിന് ചെയ്താൽ മതി. കാരണം നമ്മുടെ ശരീരമാണ്, നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ കട്ടപ്പുറത്തിരിക്കും. 1 2 3 9 easy. Nice. അപ്പോൾ അത് പറഞ്ഞ പോലെ എൻ്റെ കൈ ഇന്നലെ എവിടെയോ ഇടിച്ച്, ലൈക്ക് എനിക്കൊന്ന് ജിമ്മിൽ തന്നെ ആയിരിക്കും ഇടിച്ചിട്ട്, ലൈക്ക് എനിക്ക് ഈ ഒരു പോർഷൻ നല്ല പെയിൻ ഉണ്ട്. അപ്പം മൂവ്മെൻറ്റ് ചെയ്യാനാണെങ്കിലും പുഷ് ചെയ്യാനാണെങ്കിലും ഇവിടെ പവർ കൊടുക്കാതെ പറ്റത്തില്ല. അപ്പം ഇത് കുറച്ച് പാടാണ്. കാരണം നമ്മളിനി ഫർദർ ഹെവി പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം പെയിൻ വല്ലതും കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പണിയും നടക്കത്തില്ല. എല്ലാത്തിനും ഇത് എൻഗേജ് ആക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി തൊട്ടുള്ള അടുത്ത ഐറ്റംസ് അത്രയും വെയിറ്റ് ലോഡ് ചെയ്യുന്നില്ല, എന്നാൽ ഫെയിലിയർ തന്നെ പുഷ് ചെയ്ത് ചെയ്യാം. കാരണം വെയിറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ചെറിയ പേടി. കാരണം പെയിൻ എന്തെങ്കിലും രീതിയിൽ മുകളിലോട്ട് ഇഞ്ചുറി വല്ലതും ആയി. കാരണം നിങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും വീക്കാവുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടാൻ നോക്കും. ആ സമയത്ത് ചിലപ്പം ഹിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മസിലുണ്ടെന്നോ അല്ലെങ്കിൽ മസിൽ കുറവുള്ളതോ മസിൽ കൂടുതലൊന്നുമില്ല, ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ ഇഞ്ചുറി തന്നെയാണ്. അതിപ്പോൾ ആരാണെങ്കിലും. അപ്പം അത് മൈൻഡിൽ വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ മാക്സിമം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ലൈറ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഈഗോ അടിച്ച് നിൻ്റെ ബോഡി പറയുന്നത് കേട്ടും കൂടെ വർക്കൗട്ട് ചെയ്യുക. ഒരിക്കലും തലവടയുന്ന മാത്രം. കാരണം നമുക്ക് ഓൾറെഡി ബോഡിക്ക് പെയിൻ ഉണ്ടെന്ന് നമുക്ക് അറിയാം. എന്നിട്ടും നമ്മൾ ചെയ്യുമ്പോഴാണ് ഓവർ സ്ട്രെയിൻ ആയിട്ട് അത് വേഴ്സ് ആവുന്നത്. ചിലപ്പോൾ അത് 2 ദിവസം കൊണ്ട് ഹീലാവുന്ന പെയിൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മളത് കുറച്ചുകൂടെ പുഷ് ചെയ്ത് ബുദ്ധിമുട്ടാക്കി കഴിയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ റെസ്റ്റ് കിട്ടുന്നൊരു പണിയായിട്ട് മാറും. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് നീറ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ച് കൺസിഡർ ചെയ്ത് അങ്ങനെ മാത്രം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത സെറ്റ്സ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെയിറ്റൊക്കെ കുറച്ചൊന്ന് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നെ പേടിയായതുകൊണ്ടാണ്. കാരണം എനിക്ക് ഇഞ്ചുറി എടുത്ത് വീട്ടിലിരിക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. സോ അപ്പോൾ നമ്മളാൽ കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിൽ അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് പെക്ക് ഫ്ലൈസും ആ ഫ്രണ്ട്ലീൻ്റെ പെക്ക് ഫ്ലൈസും കൂടെ സൂപ്പർ സെറ്റ് കിട്ടാം. മെഷീൻ അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പുഷ് ചെയ്യേണ്ട അത്രയൊരു പ്രശ്നം വരുന്നില്ല. ലൈക്ക് ഓൾറെഡി നമ്മൾ ഷോൾഡർ ഇന്നലെ ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും ഫെറ്റീക്കായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ വി ആർ ഗോയിങ് ഫോർ കുറച്ച് ഈസിയർ ഓപ്ഷൻ. എന്നാൽ കാണുമ്പോൾ മനസ്സിലാവും അത്ര ഈസി ഒന്നുമല്ല. ഭയങ്കര കില്ലർ വർക്കൗട്ടാ. കത്തും, നിന്ന് കത്തും. Go come with us, do this. Let's go for the pec flies. Pec flies-ന്റെ 2 വേരിയേഷനാ അപ്പർ ചെസ്റ്റിനും മിഡിനും ഉള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ വി ആർ ലോഡിങ് ഒരു 45 ആൻഡ് ഫസ്റ്റ് നമ്മൾ ചെയ്യണ നോർമൽ ഫ്ലൈസ് 10 നമ്പേഴ്സ്. ഫോം റോളർ വേണ്ട, ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഇതൊന്ന് എന്നിട്ട് ഇതില്ലേ. Yes, but I think this is a good one. But this one, I think you can do with the foam roller better stretch. ആണോ? ഒന്ന് എടുത്തോ. സോ അപ്പം എനിക്ക് പറഞ്ഞിരിക്കും നമുക്ക് ഫോം റോളർ വെച്ചിട്ട് ചെയ്യാം. എടുത്തു. നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തു കേട്ടോ എനിക്ക് വലിപ്പം വെച്ചോ ഇല്ലയോ എന്നുള്ളത്. ഉറപ്പായിട്ടും he'll be busy. Oh, beautiful, bro. Beautiful. Back and just out. Just out. Stretch more. Come on. Beautiful, bro. Squeeze. Start at it. Come on. Beautiful. Wonderful. 10, 2 more. Two more. Come on. 1, easy. One more. എടുത്തോ. പണ്ട് ഈ സീറ്റ് താത്തിട്. നൈസ്. ആൻഡ് ഇങ്ങനെ ഫ്രണ്ട് ലീൻ ചെയ്യുക. It's the same like tactics, but give you a better
6 Cable ആവുമ്പോൾ you'll have 10 balance. പിന്നെ ഒരു കിട്ടാൻ but this is much more easier. ഇത് കത്തും. ഇപ്പം ഞാൻ കുറച്ച് വെയിറ്റ് കുറച്ച് ഇട്ടേക്കുന്നത്, കാരണം എനിക്ക് 20 നമ്പർ 2 നമ്പർ വെച്ച് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് വെയിറ്റ് കുറച്ച് ഇട്ടേക്കുന്നത്. പക്ഷേ അടുത്ത സെറ്റോട് നമുക്ക് വെയിറ്റ് ലോഡ് ചെയ്ത് തന്നെ ചെയ്യാം, കാരണം കില്ലാവും. അപ്പർ ചെസ്റ്റും മിഡും നല്ല രീതിയിൽ കത്തും. ഈ ഒരു സെഷൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ. ഈസി പോയി. 1 2 It's a beautiful stretch, bro. The throne stretch. 5 Pec flex chamber, I think most of them, they forget to keep your chest up here. 6 എല്ലാരും ഇങ്ങനെ ചെയ്യുന്നത്. Yes, they come here, ഇവിടെ just up correct ആയിരിക്കും. പക്ഷെ തിരിച്ചുകൊണ്ടിരുമ്പോഴത്തേക്ക് നേരെ ഷോൾഡറിലും എന്താ പറയുക ബെൽറ്റിലും പോകും. Straight, if you keep your chest up always. യെസ്, എപ്പോൾ ചെയ്യുമ്പോഴും ചെസ്റ്റ് അപ്പ് ചെയ്ത് തന്നെ ചെയ്യാം. കാരണം നമ്മൾ ഏത് മസിലിനാണ് ട്രെയിൻ ചെയ്യുന്നതെന്നുള്ള ബോധം എപ്പോഴും വേണം. അത് ഏത് വർക്കൗട്ട് ചെയ്താലും ചെയ്യുന്നതിന് ഇടയ്ക്കാണെങ്കിലും തീരുന്നതിന് മുമ്പാണെങ്കിലും എപ്പോഴും നമ്മൾ ഏത് മസിൽ ഗ്രൂപ്പിനാണ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ള ബോധം നിനക്ക് വേണം. ഈസി എത്രയാടാ? I don't know. ഓക്കെ, വൺ മോർ അടിച്ചിട്ട് ഒറ്റ അടിച്ചോ, കാരണം അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യാ സൂപ്പർ. ഓക്കെ, നൈസ്. ഈസി പോയി. ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട്. വെയിറ്റ് കുറച്ച് കുറയ്ക്കട്ടെ. വെയിറ്റ് കുറയ്ക്കാം. യാ നൈസ്. എടാ, ഒരു സ്ട്രെയിറ്റ് ഫ്ലൈസ് വെയിറ്റ് പോകും, പക്ഷെ ഇത് സൂപ്പർ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ആവറേജ് വെയിറ്റിൽ മാത്രം ചെയ്താൽ മതി. സൂപ്പർ ബ്രോ. 4 5 7 4 3 more easy. 3 2 ലാസ്റ്റ് വൺ. ചെറിയ സപ്പോർട്ട് ചെറിയ. സൂപ്പർ നൈസ്. വിട്ടോ. Oh, upper chest is സ്റ്റാർട്ടിങ് അറ്റ്ലീസ്റ്റ് എന്താ വർക്ക് ആവാൻ നമ്മളുടെ കയ്യിൽ നിന്ന് ഓരോ ടിപ്സ് എടുക്കുക, അതെ. അത് വർക്കൗട്ടിൽ യൂസ് ചെയ്ത് നോക്കുക, അതെ. കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറയുന്ന വേറെ അതെ, അല്ലാതെ ഇപ്പൊ നമ്മൾ പറയുന്നത് മാത്രം നിങ്ങൾ ക്യാപ്സ്യൂലായിട്ട് എടുക്കുക വിഴുങ്ങുക എന്നുള്ള സെറ്റപ്പ് ഇല്ല. ഇതിലെല്ലാം എക്സ്പീരിയൻസിങ് ആണ്. നീ എന്ത് ചെയ്യുന്നോ, നിനക്ക് എന്ത് കിട്ടുന്നത് നീ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ചെയ്താൽ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ പറയുന്നത് കഴിച്ചാൽ ഇതിൻ്റെ വിശപ്പ് മാറും. പക്ഷേ വിശപ്പ് മാറുന്നതിലല്ല കാര്യം, പ്രോപ്പർ റിസൾട്ട് ഉണ്ടാക്കുന്നതിലെ കാര്യം. എങ്ങനെ എപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ റിസൾട്ട് വരും. അതിന് ബെറ്റർ ചൂസ് എ പ്രോപ്പർ കോച്ച്. ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഒരാൾ വേണം. ഇപ്പം എനിക്കൊരു കോച്ചുണ്ട്, ലൈക്ക് ഇപ്പം ഇവനൊരു കോച്ചുണ്ട്, ഇവൻ മിസ്റ്റർ ഒളിമ്പിയ 5 ടൈം വിന്നർ സീബമിനൊരു കോച്ചുണ്ട്. എല്ലാവർക്കും കോച്ചസ് ഉണ്ട്. എന്നാൽ അവർക്ക് അറിയത്തില്ലേ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ? അല്ല, പക്ഷേ എല്ലാവർക്കും ഗൈഡൻസ് വേണം, എല്ലാവർക്കും പ്രോപ്പർ ഗൈഡൻസ് വേണം. എത്ര നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇന്നത് ഇത് അത് ചെയ്യുന്ന പറഞ്ഞു തരാൻ ഒരു മെൻറ്റർ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് ഈ ഫീൽഡിലെന്നല്ല എല്ലാ ഫീൽഡിലും ഒരു മെൻറ്റർ നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇവരെല്ലാവരും എനിക്ക് ബ്രദേഴ്സിന് ഇപ്പം എനിക്കറിയാത്ത കാര്യങ്ങൾ ഉമാർ എനിക്ക് പറഞ്ഞു തരും, എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഉമാർക്ക് പറഞ്ഞു കൊടുക്കും. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് തിങ്. ഇതൊരിക്കലും വൺ സൈഡ് തിങ് അല്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം ഗോകുലിനോട് പറയുമ്പോൾ ഇല്ല ഇവനെക്കാളും എനിക്കറിയാം എന്നോർത്തോണ്ട് ബ്രോ ആലോചിച്ചോണ്ടിരിക്കില്ല, അവൻ എന്താ പറയുന്നത്. വൺ തിങ് ബ്രോ, ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ഫോളോവർ റേഷ്യോ നോക്കുവാണെങ്കിൽ എനിക്ക് കുറെ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്, ഇവനെക്കാട്ടിലും into 3 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ അതെന്ന് പറയോ എനിക്ക് ആ ഫോളോവേഴ്സ് കൂടുതൽ, ഇവൻ ആരാ എന്ന മൈൻഡ് സെറ്റ് നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് എടുത്ത് കളയണം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഈവൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്ത ഒരാൾ, അയാൾക്ക് കുറച്ച് നോളജ് നമ്മളെക്കാട്ടി ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക, അത് കൺസീവ് ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ അവൻ വലിയ മെയിനാണ് അല്ലെങ്കിൽ ഇവൻ ചെറുതാണ് ഇവൻ വലുതാണ് അങ്ങനൊരു പരിപാടിയില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം ഇവൻ്റെ മസിൽ റേഷ്യോ അല്ല എനിക്ക്, അവൻ്റെ മസിൽ റേഷ്യോ അല്ല അവൻ, എല്ലാവർക്കും ഡിഫറെൻ്റാണ്. സോ എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അപ്പം നമ്മൾ ബേസിക്കലി അവരവരെ റെസ്പെക്ട് ചെയ്യുക, അവരവരുടെ പരിപാടികൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. Only thing you can do is keep training
ഓരോ 8 വർഷം 9 വർഷം ആവുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാ നമ്മുടെ ബോഡി ശരിക്കും ബേസിക്കലി നമുക്കൊരു 1 kg 2 kg ഓഫ് മസിൽ മാസ് പുട്ട് ഓൺ ചെയ്യാൻ ഇയേഴ്സ് എടുക്കും. അത് ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മതി. യാ, നമ്മള് ഓരോ കാര്യം ചെയ്തിട്ടാണ്. നിനക്ക് വലിപ്പം വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മസിൽ, ഇറ്റ്സ് ഫാറ്റ്. മസിൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ കട്ടിംഗ് ഫേസ് നിനക്ക് ഷ്രെഡഡ് ലുക്കിൽ ഹൗ മച്ച് ബിഗ് യു ലുക്ക്, അതാണ് മസിൽ റേഷ്യോ. അല്ലാതെ നീ എത്രമാത്രം വലുതായെന്ന് പറഞ്ഞാലും അതൊക്കെ നീ കാർബ് കൂടുതൽ കഴിക്കുന്നതിന്റെയും ഫാറ്റ് കൂടുതൽ കയറ്റുന്നതിന്റെയും മാത്രം. ഇപ്പൊ കുറെ കോണ്ടന്റ് ഉണ്ട്. ഞാൻ ഈയിടെ ഒരു റീൽ കണ്ടു. ഹോസ്റ്റലിൽ നിന്ന് ഒരു 10 ചപ്പാത്തി 20 ഷിറ്റ് റോങ്. കാരണം യു ക്യാൻ ഗെറ്റ് ബിഗ്ഗർ അത് കഴിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ആവാന്നുള്ളതല്ല, നമുക്ക് ക്വാളിറ്റി പുട്ട് ഓൺ ചെയ്യണം. വി നീഡ് ക്വാളിറ്റി. ചപ്പാത്തി പ്രോട്ടീൻ എടുത്താൽ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? എല്ലാ ബോഡിക്കും ഒരു ഫാറ്റ് ഒരു കാർബ് റേഷ്യോ അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് പരിപാടി ഉണ്ട്. അതനുസരിച്ച് മാത്രം എടുത്താൽ മതി. ഓവർ കാർബും ഓവർ പ്രോട്ടീൻ ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യത്തുള്ളൂ. ഇത് എത്ര കൂടുതൽ കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇതൊന്നും പിടിക്കത്തില്ല. നമുക്ക് വേണ്ടത് മാത്രം ബോഡി എടുത്തിട്ട് ബാക്കി എല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യും. അതറിയാതാണ് ഇവന്മാർ ഇത്രയും ചിക്കൻ, ഇത്രയും സാധനം, ഇത്രയും ബീഫ്, എല്ലാ സാധനവും കഴിക്കണം. ഇതിനൊക്കെ ഒരു റേഷ്യോ ഉണ്ട്, അല്ലാതെ എടുത്തിട്ട് കാര്യമില്ല. 6 7 8 10 നമ്പേഴ്സ് അടിച്ചാൽ മതി. 9 10. എടാ ഒന്ന് ഇറക്കിട്ടടാ ഇരി. എടാ ഒരെണ്ണം കൂടെ പോയിക്കോ, ഒരെണ്ണം കൂടെ. പൊന്ന് കഴിച്ചത് അവസാനം ഇതിവിടെ ജാമായി. ഇവിടല്ല ഈ രണ്ട് സാധനം ഈ ബാറിന്റെ ഇടയിൽ ജാമായി. ഇവൻ കാരണം. ഇനി ഇത് പൊക്കണമെങ്കിൽ ലേറ്റ് നാളെ പറഞ്ഞൊക്കെയാ പറയുന്നത്. തൽക്കാലം നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. കുറച്ച് കഴിഞ്ഞ് നമുക്കിത് നോക്കാം. അണ്ട് നമുക്ക് കേബിളിൽ തന്നെ ഫ്ലൈസും അതും കൂടെ സൂപ്പർ സെറ്റ് ചെയ്യാം. ഹായ്, അപ്പോൾ നമ്മൾ അവിടുത്തെ മെഷീൻ കുറച്ച് സ്റ്റക്ക് ആയതുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ പണി മാറുന്നില്ല, നമ്മുടെ ജസ്റ്റ് പ്രോസസ്സ് മാറുന്നുണ്ട്. നമ്മളിത് ബെഞ്ചിട്ടിട്ട് ബെഞ്ചിൽ ഫ്ലൈസും ബെഞ്ചിൽ തന്നെ അപ്രജസ്റ്റിനും ചെയ്യാം. ഇത് നോക്കിയാലേ അറിയത്തുള്ളൂ എങ്ങനെയാന്ന്. നൈസ്. ഗുഡ്. ഇപ്പൊ സെറ്റായി. നൈസ്. 1 2 3 7 8 9 ഇതും കൊള്ളാം. ഇതും ഇങ്ങനെ ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. നമുക്ക് ഏത് മെഷീനില്ലെങ്കിലും നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സാധനം കിട്ടും. ഓൾട്ടർനേറ്റീവ് ചെയ്യേണ്ട പോലെ ചെയ്താ 1 സൂപ്പർ. അവിടെ വരെ മതി. പോട്ടെ. സ്ക്യൂസ് ചെയ്യണം, നല്ലോണം സ്ക്യൂസ് ആവട്ടെ. ഈസി. 3 8 9 1 more 10. എട്. പ്രസ് അല്ല, ഫ്ലൈ. അപ്പർ ചെസ്റ്റിൽ. 1 2 3 5 6 7 ഈസി. അടി 8 9 10. ഓക്കെ. 1 ഫ്ലൈ ചെയ്തേ. ഫ്ലൈ മൂവ്മെന്റ് കൊടുക്കും, പുഷ് മൂവ്മെന്റ് അല്ലാതെ. ഈസി. 3 7 8 2 more 1 ഈസി 2 നൈസ്. കില്ലർ. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഐറ്റം, ലാസ്റ്റ് സെറ്റ് വർക്കൗട്ടിൻ്റെ ചെയ്യാൻ പോവാ. സോ ലെറ്റ്സ് ഗോ റാപ്പ് ദ സെഷൻ.
നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്, കാണുന്ന പോലെയല്ല. Last set, best set. Oh yeah. Fuck. Yes. Set a standard. Wow. Easy, Mr. Kerala or what? Mr. Kerala or what? Mr. Kerala or what? Such alkaran and yet now. We got big man, come on. Up more. Last. Fuck off. That's it. തീർന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ചെസ്റ്റ് വർക്കൗട്ട് റാപ്പ് ചെയ്തു. തിങ്ക് ഇറ്റ് വാസ് എ നൈസ് സെഷൻ. നല്ല രസമുള്ള പമ്പ്, നല്ല രസമുള്ള വർക്കൗട്ട്. പിന്നെ കുമാരോട് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും നമ്മുടെ സെയിം ലൈക്ക് മൈൻഡ് ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പുഷ് ചെയ്യും. സോ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഇൻറ്റു 2 പവറാണ് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും കാര്യമില്ല, കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും ആ ആൾക്കാർ പവറാണെങ്കിലും മാത്രമേ കാര്യമുള്ളൂ. സോ അപ്പം ദാറ്റ്സ് ഇറ്റ്. നല്ല രസമുള്ള പമ്പ്, നല്ല രീതിയിലുള്ള വർക്കൗട്ട് ആയിരുന്നു. സോ അപ്പം ബാടാ വാ ശ്രേയസ് വാ കം. ടീഷർട്ട് ഉണ്ടോ? നീ ടീഷർട്ട് വരണ്ട, ഇട്ടിട്ട് വന്ന മതി. അപ്പോ ഗൈസ്, ഹൗ വാസ് ദ വർക്കൗട്ട്? Insanely good. Insane. As always, bro, it's 10 out of 10. 10 അല്ല 100 out of 10. Different workout. Oh my pump, I become like Superman. ഇവൻ കുറച്ച് നാളായിട്ട് മറ്റേ ക്രിക്കറ്റ് കമന്ററി പറഞ്ഞിരിക്കുക, കണ്ടുപഠിച്ചേക്കും. ഇവൻ പെസ് കളിക്കാൻ തുടങ്ങി വേണ്ടിട്ടേ അതിനകത്ത് മറ്റുള്ള കമന്ററി ഒക്കെ കാണാപ്പാടം പഠിച്ചിട്ട് ഞാൻ അറബിയാണ് ഇട്ടേക്കണേ കമന്ററി. ഇവിടെ വന്നിട്ട് അപ്പൊ ഇവൻ അങ്ങനത്തെ കുറെ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട്, കുഞ്ഞു പയ്യനല്ലേ, 19 വയസ്സല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്രായത്തിൻ്റെതായ രീതിയിൽ കൺസിഡർ ചെയ്ത് അങ്ങ് വിടും. അപ്പോ ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് അല്ല എല്ലാം അത് തന്നെ. ഇവൻ പറയാം എന്റെ തല നരച്ച്, എന്റെ മുടി നരച്ച്, താടി നരച്ച് എന്നൊക്കെ. നരയ്ക്കും, പ്രായമുണ്ട്. നമ്മളാർത്തും പറയുന്നില്ല നമ്മൾ പ്രായം കുറഞ്ഞ ആളാണ്. തന്ത വൈബ് ഈസ് മെച്യൂരിറ്റി ബ്രോ. ഇവന്മാരോട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വൈബിൽ നിൽക്കും. പക്ഷെ നമുക്ക് പ്രായമുണ്ട്, നമുക്ക് പ്രായമൊക്കെ ഉണ്ട്. എല്ലാരും മനസ്സിലാക്കേണ്ടത്, എല്ലാരും പ്രായമൊക്കെ ആവും. നിന്റെയൊക്കെ നരയ്ക്കൂടാ, അപ്പൊ കാണാ. അപ്പൊ എല്ലാരും വരൂ നരച്ചിട്ട്. അപ്പൊ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് എ റാപ്പ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ജിം ബ്രോസിന് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ സ്പ്ലിറ്റൊക്കെ ചെയ്തു നോക്കുക. ഇതുപോലെ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക, വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സോ അപ്പം ദിസ് ഇസ് മീ ആൻഡ് സൗത്ത് സൈഡ് ഗ്യാങ് സൈനിങ് ഓഫ്. Until then, see you. Bye bye. Bye.